ബധിരനും മൂകനുമെന്ന പദപ്രയോഗം നടത്തുന്നത് ധാർമ്മികപരമായി തെറ്റെന്ന് ഹൈക്കോടതി. കേൾവി വൈകല്യമെന്ന പദം ഉപയോഗിക്കുന്നത് കുറ്റകരമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. കരുനാഗപ്പള്ളി സ്വദേശികൾ സാമ്പത്തിക തർക്കവുമായി ബന്ധപ്പെട്ട് നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നിരീക്ഷണം. ബധിരനും മൂകനും എന്ന പദപ്രയോഗം നടത്തുന്നത് സാങ്കേതികപരമായും ധാർമ്മികപരമായും കൃത്യതയില്ലാത്തതാണെന്നും അത്തരം പദപ്രയോഗം ഇക്കാലത്ത് കുറ്റകരമാണെന്നും ജസ്റ്റിസുമാരായ ദേവൻ രാമചന്ദ്രൻ, MP സ്നേഹലത എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തി. കേൾവി വൈകല്യം എന്ന വാക്ക് പ്രയോഗിക്കുന്നതിലും തെറ്റുണ്ടെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. കേൾവിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന തരത്തിലാണ് നിലവിൽ വിധിന്യായത്തിൽ മാത്രമായിട്ട് പോലും രേഖപ്പെടുത്തുന്നതെന്നും ഹൈക്കോടതി പറഞ്ഞു. സാമ്പത്തിക തർക്കം സംബന്ധിച്ച പരാതി അടുത്ത സുഹൃത്ത് വഴി നൽകാനുള്ള അനുമതി അപേക്ഷ കുടുംബ കോടതി നിരസിച്ചതിനെതിരായ കരുനാഗപ്പള്ളി സ്വദേശിയുടെ ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവ്. കേൾവിയും സംസാരശേഷിയും ഇല്ലാത്ത ഹർജിക്കാരി അടുത്ത സുഹൃത്തിനെ കോടതി വ്യവഹാരങ്ങൾക്കായി ചുമതലപ്പെടുത്താനുള്ള അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ മതിയായ തെളിവുകളില്ലാത്തതിനാൽ കുടുംബ കോടതി ഈ അപേക്ഷ തള്ളി. തുടർന്നാണ് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചത്. കേൾവിക്കും സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടുള്ളവർക്കും കോടതി വ്യവഹാരങ്ങളിലൂടെ അവകാശങ്ങൾ നേടിയെടുക്കാനാകണമെന്നും ഇതിനായി ആംഗ്യഭാഷ അറിയുന്നവരുടെ സഹായം തേടാമെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. അതേസമയം സിവിൽ നടപടി ചട്ടപ്രകാരം അടുത്ത സുഹൃത്തിനെ പ്രതിനിധിയാക്കാനുള്ള അപേക്ഷയിൽ ബന്ധപ്പെട്ട കോടതിക്ക് നിയമാനുസൃത അന്വേഷണം നടത്താമെന്നും എന്നാൽ കേൾവിശക്തിയും സംസാരശേഷിയും ഇല്ലാത്ത ഹർജിക്കാരിക്ക് അവകാശം നിഷേധിക്കരുതെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു. ജനം, കൊച്ചി.